കഴിഞ്ഞ 2 വർഷക്കാലം വളരെ കൃത്യമായിട്ട് ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ സമയവും സാഹചര്യങ്ങളും സമ്പത്തും എല്ലാം ഇടവകയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ 1.5 മാസക്കാലം എനിക്കത് അനുഭവിക്കാൻ സാധിച്ചത് നിങ്ങൾക്കറിയാം. 1.5 മാസക്കാലം ഞാനായുള്ള ഇടവകയിൽ വന്നിട്ട് ഈ കാലങ്ങളിലെല്ലാം ഏത് സമയത്ത് വിളിച്ചാലും ദിവസം പള്ളിയിൽ വരും. കൃത്യമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യതയുണ്ട്. അതുപോലെ ഞാൻ ഇതുവരെയൊക്കെ പണത്തിൻ്റെ കാര്യം തൊട്ടിട്ട് പോലില്ല. കാരണം ദിവസം അത്രയും കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു കാര്യം പോലും ആലോചിക്കാതെ ചെയ്യുക. വരവും ചെലവെല്ലാം വളരെ കൃത്യമായിട്ട് ഒരുപോലെ കളയാതെ പള്ളിയുടെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നത്. എനിക്ക് പലപ്പോഴും അനുഭവം തോന്നുന്നത് ഇത്രയും കൃത്യമായിട്ട് കണക്കെടുത്തതാണ് ഞാൻ അങ്ങനെ 10 വർഷമായുള്ള അച്ഛനായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വളരെ കൃത്യതയോടുകൂടി ഈ ഇടവകയുടെ ഓരോ കാര്യങ്ങളും അച്ഛന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ദിവസം കഴിഞ്ഞ 2 വർഷക്കാലം ഈ ഇടവകയ്ക്ക് വേണ്ടി സേവനം ചെയ്തു. കൈക്കാര്യമായിട്ട് പറയുന്നവർക്കറിയാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ്. ശമ്പളമില്ല, വേറെ ആനുകൂല്യമൊന്നുമില്ല. അവരുടെ തന്നെ വണ്ടിക്കൂലി മുടക്കിയാണ് പലപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്നത്. ഈ 2 വർഷക്കാലം ഈ ഇടവകയ്ക്ക് വേണ്ടി തന്റെ സമയവും സാഹചര്യങ്ങളും എല്ലാം മാറ്റിവെച്ച ജോസാറിന് പ്രത്യേകം ഞങ്ങളുടെ ഇടവക കുടുംബത്തിന് മുഴുവൻ പേരുടെ നന്ദി ഒത്തിരി സ്നേഹത്തോടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛനെ ഞാനും നന്ദിയുള്ളവനായിരിക്കും. തുടർന്നും സാറിന് സേവനം പഠിക്ക് കിട്ടും, ഉറപ്പാണ് ആ കാര്യം. കാരണം കഴിഞ്ഞ ഞായറാഴ്ച പൊതുയോഗത്തിലൊക്കെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലൊക്കെ സാറിന് തെരഞ്ഞെടുപ്പിന് ഇനിയും സാറിന് സമയം സാഹചര്യം നമുക്ക് ലഭിക്കും. സാറിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളൊക്കെ നേരുന്നു. പ്രത്യേകം നന്ദിയോട് ഓർക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയുടെ ചെറിയൊരു സ്നേഹോപകാരം സ്വീകരിക്കാൻ വേണ്ടി സാറിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യും. ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ 2 വർഷക്കാലം ഏറ്റവും നന്നായി ഈ ഇടവകയിൽ കൈക്കാരനായിട്ട് സേവനം ചെയ്യുവാൻ ഈശോ എന്നെ അനുഗ്രഹിച്ച് കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കുന്നതിന് സഹായിച്ചു. അതിന് ആദ്യമേന്ന് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ കൈക്കാരൻ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ചെറായിലെ ഷിജോയായിരുന്നു. ഷിജോ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിച്ച് ഈ ഇടവകയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അന്നത്തെ വികാരിച്ചോടു കൂടി പ്രവർത്തിച്ചു. ഷിജോയ്ക്ക് എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതിനുശേഷം ഈ വർഷം മൈക്കിൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ആലോചിച്ച് വികാരിയച്ഛൻ്റെ അനുവാദത്തോടുകൂടി ഒത്തിരി കാര്യങ്ങളോട് ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് മൈക്കിളിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമുക്കറിയാം ഈ 2 വർഷക്കാലം ഇവിടെ സേവനം ചെയ്ത വികാരിയച്ഛൻ എല്ലാ കാര്യങ്ങളും സർവ്വസ്വാതന്ത്ര്യവും അതോടൊപ്പം ഗൈഡൻസും തന്ന് ഞങ്ങളെ പോകാൻ അനുവദിച്ചു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ആലോചിച്ച് അച്ഛൻ്റെ അനുവാദത്തോടുകൂടി മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം നമുക്കിവിടെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂച്ചക്കുത്ത് ചാപ്പലിൻ്റെ റിനോവേഷൻ തൊട്ട് ഭണ്ഡാരം പൊളിച്ച് പണിതത്, പിന്നെ നമ്മൾ ഈ പള്ളിയുടെ മോണ്ടകം പുതുക്കി പണിതത്, പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പടിഞ്ഞാറ് വശത്തെ മതിലും ആ ടോയ്ലറ്റ് കോംപ്ലക്സും ഭംഗിയാക്കി പണിത് പൂർത്തിയാക്കി. നമ്മുടെ ചെറിയ പാരീഷ് ഹോള് നവീകരിച്ചു. പിന്നെ നമ്മുടെ പള്ളിയുടെ മേൽപ്പുര ഭംഗിയാക്കി, ഓട് മാറ്റി ഷീറ്റിൻ്റെ ഭംഗിയാക്കി. ഏതാണ്ട് പിന്നെ നമ്മുടെ സിമിത്തേരിയിൽ 14 കല്ലറോളം നമുക്ക് ഈ 2 വർഷം ഈ കാലയളവിൽ പണിത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഏതാണ്ട് ഒരു 30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ 2 വർഷം കൊണ്ട് ഈ ഇടവകയ്ക്ക് വേണ്ടി നടത്തുന്നതിന് സാധിച്ചു. അതിന് ഈ ഇടവക ജനം ഒന്നടങ്കം സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ മുൻ വികാരിച്ചോട് ചേർന്ന് ഇടവക ജനം സഹകരിച്ച് മുന്നോട്ട് വന്ന് ഓരോ കാര്യങ്ങൾക്കും ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിൽ സാമ്പത്തിക സഹായം നൽകിയതുകൊണ്ടാണ് നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ഇടവക ജനത്തിന് ഞാൻ വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിന്നെ നമുക്കിവിടെ വികാരിച്ചിന്റെ നേതൃത്വത്തിൽ കുറച്ച് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഭവനമില്ലാത്ത കുടുംബത്തിന് നമ്മൾ ഏതാണ്ട് 9 ലക്ഷം രൂപ ചെലവാക്കി ഒരു വീട് പണിത് കൊടുത്തു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അച്ഛൻ്റെ ആ ഒരു കാഴ്ചപ്പാടും അച്ഛൻ്റെ ഇടപെടലും ഫണ്ട് സമാഹരിക്കുന്നതിനടക്കം അച്ഛൻ്റെ ഇടപെടൽ സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ നമ്മുടെ ചാരിറ്റിക്കായിട്ട് നമ്മുടെ ഇടവകാംഗമായ കയ്യിൻ്റെ കിട്ടി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് എമൗണ്ട് കളക്ട് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കിട്ടി മാറ്റിവെച്ചു.
അധികം വൈകാതെ തന്നെ ആ മകൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കോട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഭംഗിയാക്കി ക്രമീകരിക്കുന്നതിന് നമ്മെ സഹായിച്ച, നമ്മെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് തന്നെ ഞാൻ വീണ്ടും വന്നോളം നന്ദി പറയുകയാണ്. അരുണച്ചൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും അരുണച്ചൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നേതൃത്വത്തിനും, എല്ലാ ഗൈഡൻസിനും വളരെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു വാക്ക്, ഈ 2 വർഷം ഇവിടെ സേവനം ചെയ്തപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഒപ്പം നമ്മുടെ പുതിയകാര്യത്തിൽ വന്നിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ 1.5 മാസത്തെ അച്ഛൻ്റെ ഗൈഡൻസും അച്ഛൻ്റെ രീതികളും ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക്. ഈ ഇടവകയ്ക്ക് ഈ അച്ഛൻ്റെ സാന്നിധ്യവും ഈ അച്ഛൻ്റെ ഇപ്പോഴത്തെ സേവനവും എന്നും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഇപ്പോഴേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മിക്കവാറും അച്ഛൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു അത്ഭുതങ്ങൾ തന്നെ കാണുവാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ തരത്തിലാണ് അച്ഛൻ്റെ എല്ലാവിധ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും ഈ അച്ഛനും ഈ 1.5 മാസത്തെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ അച്ഛൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ